എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 6-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. എഫേസോസ് 6-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 24. ചോദ്യം 2. എഫേസോസ് 6-ാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം എന്ത്? ഉത്തരം മക്കളും മാതാപിതാക്കന്മാരും. ചോദ്യം 3. എഫേസോസ് 6-ാം അധ്യായം ആരംഭിക്കുന്നത് ആരെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ്? ഉത്തരം കുട്ടികളെ. ചോദ്യം 4. പൂരിപ്പിക്കുക. കുട്ടികളെ ഡാഷ് നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. ഉത്തരം കർത്താവിൽ. ചോദ്യം 5. പൂരിപ്പിക്കുക. കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ. അത് ഡാഷ്. ഉത്തരം ന്യായയുക്തമാണ്. ചോദ്യം 6. നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി എന്തു ചെയ്യണം? ഉത്തരം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ചോദ്യം 7. മാതാവിനെയും പിതാവിനെയും ബഹുമാനിച്ചാൽ ലഭിക്കുന്നതെന്ത്? ഉത്തരം നന്മയും ദീർഘായുസ്സും. ചോദ്യം 8. വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഏതാണ്? ഉത്തരം നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ചോദ്യം 9. പൂരിപ്പിക്കുക. പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ ഡാഷ് ഉളവാക്കരുത്. ഉത്തരം കോപം. ചോദ്യം 10. പിതാക്കന്മാരോട് കുട്ടികളെ എങ്ങനെ വളർത്താനാണ് പറയുന്നത്? ഉത്തരം കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും. ചോദ്യം 11. എഫേസോസ് 6:2-3 സമാനമായ വാക്യം. ഉത്തരം പുറപ്പാട് 20:12, നിയമാവർത്തനം 5:16. ചോദ്യം 12. എഫേസോസ് 6-ാം അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകം എന്ത്? ഉത്തരം ഭൃത്യന്മാരും യജമാനന്മാരും. ചോദ്യം 13. ദാസന്മാരോട് ലൗകിക യജമാനന്മാരെ എങ്ങനെ അനുസരിക്കണമെന്നാണ് പറയുന്നത്? ഉത്തരം ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടെ. ചോദ്യം 14. ലൗകിക യജമാനന്മാരെ ആരെ എന്ന പോലെയാണ് ദാസന്മാർ അനുസരിക്കേണ്ടത്? ഉത്തരം ക്രിസ്തുവിനെ എന്ന പോലെ. ചോദ്യം 15. പൂർണ്ണ ഹൃദയത്തോടെ ദൈവഹിതം അനുവർത്തിച്ചുകൊണ്ട് ആരുടെ ദാസന്മാരായിരിക്കുവിൻ? ഉത്തരം ക്രിസ്തുവിൻ്റെ. ചോദ്യം 16. പൂരിപ്പിക്കുക. മനുഷ്യന് വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ ഡാഷ് ശുശ്രൂഷ ചെയ്യണം. ഉത്തരം സന്മനസ്സോടെ. ചോദ്യം 17. നല്ല പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം ആരിൽ നിന്ന് ലഭിക്കും? ഉത്തരം കർത്താവിൽ നിന്ന്. ചോദ്യം 18. യജമാനന്മാർ ദാസന്മാരെ എന്ത് ചെയ്യരുത്? ഉത്തരം ഭീഷണിപ്പെടുത്തരുത്. ചോദ്യം 19. പൂരിപ്പിക്കുക. നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടുത്തേക്ക് ഡാഷ് ഡാഷ് അറിയുവിൻ. ഉത്തരം മുഖം നോട്ടമില്ലെന്നും. ചോദ്യം 20. എഫേസോസ് 6-ാം അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം എന്ത്? ഉത്തരം ആത്മീയ സമരം. ചോദ്യം 21. എന്തിലാണ് കരുത്തുള്ളവരാകേണ്ടത്? ഉത്തരം കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും. ചോദ്യം 22. സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ എന്തു ചെയ്യണം? ഉത്തരം ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. ചോദ്യം 23. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കേണ്ടത് എന്തിനാണ്? ഉത്തരം സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ. ചോദ്യം 24. നമ്മൾ പടവെട്ടുന്നത് എന്തിനെതിരായിട്ടല്ല? ഉത്തരം മാംസത്തിനും രക്തത്തിനും. ചോദ്യം 25. നമ്മൾ പടവെട്ടുന്നത് എന്തിനെതിരായിട്ടാണ്? ഉത്തരം പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ട്.
ചോദ്യം 26. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ചാൽ ഏത് ദിനത്തിൽ ചെറുത്തു നിൽക്കാനാണ് നമുക്ക് സാധിക്കുന്നത്? ഉത്തരം തിന്മയുടെ ദിനത്തിൽ. ചോദ്യം 27. എന്തെല്ലാമാണ് ദൈവത്തിൻ്റെ ആയുധങ്ങൾ? ഉത്തരം സത്യം, നീതി, സമാധാനം, വിശ്വാസം, രക്ഷ, ദൈവവചനം. ചോദ്യം 28. എന്തുകൊണ്ട് അരമുറുക്കണം? ഉത്തരം സത്യം കൊണ്ട്. ചോദ്യം 29. എന്തിൻ്റെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കണം? ഉത്തരം നീതിയുടെ. ചോദ്യം 30. പൂരിപ്പിക്കുക. സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഡാഷ് പാദരക്ഷകൾ ധരിക്കുവിൻ. ഉത്തരം ഒരുക്കമാകുന്ന. ചോദ്യം 31. എഫേസോസ് 6:15 സമാനമായ വാക്യം. ഉത്തരം ഏശയ്യ 52:7. ചോദ്യം 32. ദുഷ്ടന്റെ എന്ത് കെടുത്തുന്നതിന് ശക്തരാക്കുന്നതാണ് വിശ്വാസം? ഉത്തരം ജ്വലിക്കുന്ന കൂരമ്പുകൾ. ചോദ്യം 33. എന്തിൻ്റെ പരിച എടുക്കുവിൻ? ഉത്തരം വിശ്വാസത്തിൻ്റെ. ചോദ്യം 34. ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നമ്മളെ ശക്തരാക്കുന്നതെന്താണ്? ഉത്തരം വിശ്വാസത്തിൻ്റെ പരിച. ചോദ്യം 35. വിശ്വാസത്തിൻ്റെ പരിച എടുക്കുന്നതെന്തിനാണ്? ഉത്തരം ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്താൻ. ചോദ്യം 36. എന്തിൻ്റെ പടത്തൊപ്പി അണിയണം? ഉത്തരം രക്ഷയുടെ. ചോദ്യം 37. എന്താണ് ആത്മാവിൻ്റെ വാൾ? ഉത്തരം ദൈവവചനം. ചോദ്യം 38. എഫേസോസ് 6-ാം-അധ്യായത്തിലെ 4-ാമത്തെ ശീർഷകം എന്ത്? ഉത്തരം നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ചോദ്യം 39. പൂരിപ്പിക്കുക. നിങ്ങൾ ഡാഷ് ഡാഷ് കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. ഉത്തരം അപേക്ഷകളോടും യാചനകളോടും. ചോദ്യം 40. അവിശ്രാന്തം ഉണർന്നിരുന്ന് ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? ഉത്തരം എല്ലാ വിശുദ്ധർക്കും. ചോദ്യം 41. പൂരിപ്പിക്കുക. ഞാൻ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും ഡാഷ് ധൈര്യപൂർവ്വം പ്രഘോഷിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഉത്തരം സുവിശേഷത്തിൻ്റെ രഹസ്യം. ചോദ്യം 42. പൗലോസ്ലീഹ എന്തിൻ്റെ സ്ഥാനപതിയാണ്? ഉത്തരം സുവിശേഷ രഹസ്യത്തിൻ്റെ. ചോദ്യം 43. പൂരിപ്പിക്കുക. സുവിശേഷ രഹസ്യത്തിൻ്റെ ബന്ധനസ്ഥനായ ഡാഷ് ആണല്ലോ ഞാൻ. ഉത്തരം സ്ഥാനപതി. ചോദ്യം 44. പൂരിപ്പിക്കുക. എൻ്റെ കടമക്കൊത്ത വിധം ധീരതയോടെ ഡാഷ് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉത്തരം പ്രസംഗിക്കാൻ. ചോദ്യം 45. എഫേസോസ് 6-ാം-അധ്യായത്തിലെ അവസാനത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം ഉപസംഹാരം, ആശംസ. ചോദ്യം 46. പ്രിയ സഹോദരനും കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനുമായ ആര് എല്ലാം പറയുമെന്നാണ് പൗലോസ്ലീഹ എഴുതിയിരിക്കുന്നത്? ഉത്തരം തിക്കിക്കോസ്. ചോദ്യം 47. പൗലോസിൻ്റെ വിശേഷങ്ങൾ അറിയിക്കുന്നതിന് അയച്ചത് ആരെ? ഉത്തരം തിക്കിക്കോസിനെ. ചോദ്യം 48. തിക്കിക്കോസിനെ അവരുടെ അടുത്തേക്ക് അയക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം പൗലോസിൻ്റെ വിശേഷങ്ങൾ അറിയിക്കുന്നതിനും അവരുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനും വേണ്ടി. ചോദ്യം 49. സഹോദരർക്ക് ദൈവത്തിൽ നിന്നും യേശുക്രിസ്തുവിൽ നിന്നും വിശ്വാസപൂർവകമായ എന്താണ് പൗലോസ്ലീഹ ആശംസിക്കുന്നത്? ഉത്തരം സ്നേഹവും സമാധാനവും. ചോദ്യം 50. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും എന്താണ് ആശംസിക്കുന്നത്? ഉത്തരം കൃപയും നിത്യജീവനും.